மல்லே கொஞ்சம் சீக்கிரம் மாமா. இது உள்ள வச்சிட்டு வந்துடுறேங்க. ഹലോ അമ്മ. സെൽവണ്ണ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇതുവരെ വന്നില്ല. யாரு? அந்த செட்டியாரா? அவரு கண்டிப்பா வந்துடுவாரு. ഓ என்னாச்சுங்க? ஒண்ணும் இல்ல, நீ ஏறு. ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ ആ നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സെക്സ് ബോംബാ. நான் ஏத்தி விட்டங்கத்தா. இந்த கோலிவுட்டிலும் பாலிவுட்டிலும் தோலிவுட்டிலும் கோட்டி கட்டி பறக்குறாங்க. ദേ വിളിക്കുന്നു നിഷ. ഹലോ മാഡം. കുമാരെ ചെട്ടിയാർ സാർ അഡ്വാൻസുമായിട്ട് ആളെ വിടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആരും കണ്ടില്ല. സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയ്യോ, ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ முண்டோ அந்த பொண்ணை வச்சு நான் 2 படம் பண்ணேன். எந்த அட்ஜஸ்ட்மெண்ட்டுக்கு நிற்காம அவ 2 படத்துல என்ன ஏமாத்திட்டேன். காசும் அதிகமாக വാങ്ങിട്ടேன். അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്. ഹലോ ഹലോ നിജീബേ, ഇക്ക, നിങ്ങള് ഇപ്പൊ എവിടെന്നാ? ഞാൻ നാട്ടീന്നാ. ഒരു വിവരം അറിയിക്കാണ്ട്. എന്താക്കാ? എൻ്റെ ഉമ്മ പോയി നജീബേ. കുറച്ച് കാലായി. എന്നെ അറിയിക്കാൻ കുറേ ശ്രമിച്ചു. എവിടെയാണെന്നറിയണ്ട എങ്ങനെയാ. സാവിത്രി, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യം നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന്. ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, 10 ആളുടെ മുന്നിൽ തല കുനിക്കാതെ നടക്കാൻ പറ്റുമോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റി വെക്കരുത്. പിന്നൊരു പ്രസവം കഴിഞ്ഞ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ? വളർത്തും പോലും. എനിക്കൊന്നും കേൾക്കണ്ട. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാവുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല.